താഴ്ന്നിട്ടുണ്ട് ചെന്നൈയുടെ ഫാറൂഖും കേരള ഗോൾ കീപ്പറും തമ്മിൽ. ആദ്യ പകുതിയുടെ 36-ാം മിനിറ്റിൽ കളിക്കിടെ പറ്റിയ പരിക്ക് മൂലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനെ സ്ട്രെച്ചറിൽ മൈതാനത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗോൾ രഹിത സമനിലയിൽ ആവേശം നിറച്ച ആ മത്സരം 34 മിനിറ്റുകൾ പിന്നിടുന്നേയുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് ഗോൾ വല ലക്ഷ്യമാക്കി കടന്നു വന്ന ക്രോസിന് വേണ്ടി ചെന്നൈയിൻ FC താരം ഫാറൂഖ് ചൗധരി ഹെഡറിനു വേണ്ടി ശ്രമിക്കുന്നു. ഈ ശ്രമത്തിനൊടുവിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിന് ഒരു ഇഞ്ചുറി പറ്റുന്നു. അങ്ങനെ 34-ാം മിനിറ്റിൽ സച്ചിൻ സുരേഷ് പുറത്തേക്ക് പോകുന്നു, അതും സ്ട്രെച്ചറിൽ കടന്നുകൊണ്ട്. ഇവിടം തകർന്നുപോയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷകളായിരുന്നു. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലായിട്ട് സച്ചിൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ ആരും ഇതുവരെയായിട്ടും സൃഷ്ടിക്കാത്തത് തന്നെയായിരുന്നു. 34-ാം മിനിറ്റിൽ സച്ചിൻ സുരേഷിന് പകരക്കാരനായിട്ട് കരൺജിത്ത് സിംഗ് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരാധകർക്ക് ഏറെ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏകദേശം 1 വർഷക്കാലയളവായി അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ പ്രവചനങ്ങളെ തിരുത്തി കരൺജിത്ത് സിംഗ് അന്നത് തെളിയിച്ചു. അദ്ദേഹത്തിൽ പ്രതീക്ഷയില്ലാത്തവരെ കൊണ്ടുതന്നെ പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി കൈയടിപ്പിച്ചു. സച്ചിൻ സുരേഷിൻ്റെ ഇഞ്ചുറി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ വലിയ വേദന തന്നെയാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കരൺജിത്ത് അന്ന് ആ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ച പെർഫോമൻസ് അവരിൽ ആനന്ദം കൊള്ളിച്ചു. ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട് ആ ഒരു ഗോൾ പിറന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മത്സരത്തിലെ ഏറ്റവും മികച്ചവനായി കരൺജിത്ത് തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു. സച്ചിനിലൂടെ കണ്ട പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ അത് കരൺജിത്തിലൂടെയും ആരാധകർ കണ്ടു തുടങ്ങി. 1 വർഷത്തിനിടെ ആദ്യമായി തൻ്റെ ടീമിനൊത്ത് പന്ത് തട്ടാൻ അവസരം ലഭിച്ച കരൺജിത്ത് ഇത്രയധികം നല്ല പ്രകടനം പുറത്തെടുക്കുമെന്ന് ആരാധകരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സച്ചിനിൽ അർപ്പിച്ച പ്രതീക്ഷകളെപ്പോലെ തന്നെ കരൺജിത്തിലും പ്രതീക്ഷയുണ്ട്. വരാനിരിക്കുന്ന പല മത്സരങ്ങളും സച്ചിന് നഷ്ടപ്പെടുമെന്ന് വേദനയുണ്ടെങ്കിലും കരൺജിത്തുണ്ട് എന്നൊരു പ്രതീക്ഷയും ആരാധകരിലുണ്ട്. സച്ചിൻ എന്ന മാലാഖയുടെ അഭാവത്തിൽ കരൺജിത്ത് സിംഗ് എന്ന മാലാഖ 2.0ക്കും കേരള ബ്ലാസ്റ്റേഴ്സിനൊത്ത് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന പ്രതീക്ഷയും ചേർത്ത് വെച്ച് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.